അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കുട്ടികളെ, ഖുർആന്, തദ്രീബു തിലാവ, ഹിഫ്ള് ഈ 3 പരീക്ഷയ്ക്ക് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 30 മാർക്കിലേക്കാണ് ഖുർആൻ ഓതിപ്പിക്കൽ ഉണ്ടാവുള്ളൂ. ബാക്കി 20 മാർക്ക് തദ്രീബു തിലാവക്കാണ്. പിന്നെ 50 മാർക്ക് ഹിഫ്ളിനും. ഇങ്ങനെയാണ് മാർക്കിൻ്റെ രൂപം. അപ്പോൾ നിങ്ങൾക്ക് ഖുർആനിൽ ഏത് ഭാഗവും ഓതിപ്പിക്കാം. ഈ വർഷം മദ്രസ തുടങ്ങിയത് തബാറക സൂറത്ത് മുതലാണ്. തബാറക സൂറത്ത് മുതൽ അമ്മ സൂറത്ത് വരെയുള്ള ഏത് സൂറത്തും, അതുപോലെ ഖദ് സമിഅ അല്ലാഹു എന്ന് പറയുന്ന സൂറത്ത് മുതൽ സൂറത്ത് തഹരീം വരെയുള്ള ഏത് സൂറത്തും, ഇതിലുള്ള ഏത് സൂറത്തും നിങ്ങളെ കൊണ്ട് ഓതിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് കഴിയൂല. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉള്ളതും ഇനി പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിലും ഏത് ഭാഗം പരീക്ഷയ്ക്ക് വന്നാലും ഓതാനുള്ള ട്രിക്കും അതെങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാം എന്നുള്ളതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണത്. ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ നോക്കുകയാണ്. കഴിഞ്ഞ വർഷം ഖുർആൻ പരീക്ഷയ്ക്ക് സൂറത്തുൽ ജിന്നിൽ നിന്ന് 1ഉം 2ഉം ആയത്തുകൾ ഓതാനാണ് പറഞ്ഞത്. 1ഉം 2ഉം സൂറത്തുൽ ജിന്നിലെ 1-ാമത്തെ 2-ാമത്തെ ആയത്ത്. അതിൽ മാർക്ക് വരുന്നത് എങ്ങനെയാണ് നോക്കുക എല്ലാവരും. 18 മാർക്ക് എന്തിനാണ്? നടത്തി ഓത്തത്തിനാണ്. അതായത് നല്ല വൃത്തിക്ക് തപ്പിത്തടവില്ലാതെ ഓതുന്നതിനാണ് എന്ത്, പിന്നെ 18 മാർക്ക്. പിന്നെ പാരായണത്തിൽ അക്ഷരശുദ്ധിക്കനുസരിച്ച്, അതായത് ഖാഫ്, ഈ അക്ഷരം പല കുട്ടികളും എന്ത് ചെയ്യും, കാഫ് കാഫ് എന്ന് പറയും. അപ്പോൾ അതിന് മാർക്ക് പോകും. അതുപോലെ അക്ഷരശുദ്ധി നോക്കേണ്ട അക്ഷരങ്ങളാണ് അവിടെ കൊടുത്ത്. ഖാഫ്, ഷീന്, ഐന്, ഹ, അഥവാ ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരങ്ങളുടെ ഉച്ചാരണം ശരിയാണോ എന്നുകൂടി പരിശോധിക്കും. അതിനനുസരിച്ചാണ് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഖുർആൻ പരീക്ഷൻ്റെ മാർക്ക്. ചോദ്യം. ഇനി തദ്രീബ് തിലാവൻ്റെ ചോദ്യം നോക്കുക. ഹുറൂഫുൽ ജൗഫ് അഥവാ ഹുറൂഫുൽ മദ്ദിയ 3 ഉണ്ട്. അതിവിടെ 3 എഴുതിയ 6 മാർക്കായി. പിന്നെ ഹുറൂഫു ഷഫത്തൈന് 4 ഉണ്ട്. അത് എഴുതിയ 8 മാർക്കായി. പിന്നെ താഴെ ഉദാഹരണത്തിൽ നിന്ന് ഹുറൂഫുൽ ലിസാൻ 3 എടുത്തെഴുതാം. ഹുറൂഫുൽ ലിസാൻ്റെ നാവിൻ്റെ അക്ഷരങ്ങൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതാനാണ്. അടുത്തത് എന്താണ്? കോപ്പി പേസ്റ്റ് ചെയ്യാൻ അഥവാ കോപ്പി എഴുതാനാണ്. ഇത് ഇങ്ങോട്ട് താഴേക്ക് നോക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് തദ്രീബു തിലാവൻ്റെയും ഖുർആൻ്റെയും പരീക്ഷ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് ഏത് ഭാഗം വന്നാലും ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കുക, നമുക്ക് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നതാണ് ഈ സൂറത്തുൽ ജിന്നിലെ ആദ്യത്തെ 2 ആയത്താണ് ഓതാൻ വന്നത്. ഇവിടെ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓത്ത് നന്നായി നമ്മൾ നേരത്തെ ഓതാൻ അറിയുന്ന ആൾക്കാണ് പരീക്ഷയ്ക്കും മാർക്ക് കിട്ടുള്ളൂ. അതായത് പരീക്ഷയുടെ തലേന്ന് മാത്രം ഓതിയോണ്ടൊന്നും എന്താവില്ല, ഓതാൻ കിട്ടൂല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണത്. നല്ല ഒഴുക്കോട് കൂടി ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. അപ്പോൾ ഇവിടെ ഓതുന്ന സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ ഓതും, ഖുൽ ഊഹിയ ഇല അന്ന ഇസ്തമഅ. ഇങ്ങനെ ഓതിയാൽ നിങ്ങളെ 18 മാർക്ക് അവിടെ പോയി. പിന്നെ ആ 18 മാർക്കിൽ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് 1 മാർക്കൊക്കെ അങ്ങ് ഉണ്ടാവുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് എന്തിനാണ്? തപ്പിത്തടവില്ലാതെ ഓതുന്നതിനാണ്. അതുകൊണ്ട് അക്ഷരങ്ങൾ, ഖുർആനിൽ വരുന്ന അക്ഷരങ്ങളൊക്കെ നന്നായി ഓതി പഠിക്കുക. ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഓരോ അക്ഷരം ഓതി നോക്കുക. കുൽ. അപ്പം അങ്ങനെ ഓതി പഠിക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ പൊത്തി പിടിച്ചാൽ. പിന്നെ ഷദ്ദുള്ള നൂന് പറഞ്ഞാൽ ഇതാ കണ്ടില്ലേ, നൂൻ്റെ മേലെ W ഉണ്ടാവും. ആ ഷദ്ദുള്ള നൂനും അതുപോലെ ഷദ്ദുള്ള മീം കണ്ടോ, ഇത് രണ്ടും മണിക്കണം. എന്താ മണിക്കുക പറഞ്ഞാൽ അന്ന, അനഹു എന്ന് ഓതാൻ പറ്റൂല, അന്നഹു എന്ന് ഓതാൻ പറ്റൂല. പിന്നെ അന്ന കുറച്ച് ബ്രേക്ക് പിടിക്കുക. അതുപോലെ നഫറും മിനൽ ജിന്നി
അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അക്ഷരശുദ്ധി എന്ന് പറയുമ്പോൾ ഖാഫ് അത് ശ്രദ്ധിക്കണം. ഖുൽ ഊഹിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ശ്വാസം കിട്ടാതായാൽ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്ന, ഇങ്ങനെ ഏച്ചൂട്ടിയിട്ട് ഇങ്ങനെ മുട്ടിച്ച് പോകരുത്. ശ്വാസം കിട്ടാതായ അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. നിങ്ങൾ ആരും കൊണ്ടുപോകില്ല, ഒരു പോലീസും നിങ്ങളെ പിടിക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദീ ഇലർ റുഷ്ദി. ഇവിടെ ഇലാ റുഷ്ദി എന്ന് ഓതരുത്, കാരണം ഇവിടെ റായിന് എന്തുണ്ട്, ഷദ്ദുണ്ട്. അപ്പോൾ ഇവിടുത്തെ അലിഫൊന്നും ഓതൂല, ഈ ലാം ഓതൂല. ഇലർ റുഷ്ദി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മദ്രസ തുറന്നത് മുതൽ മുഹറം വരെയുള്ള എല്ലാ പാഠത്തുനിന്നും ഏത് പാഠത്തുനിന്നും ചോദ്യം വരാം. അവിടെയൊക്കെ ഓതുമ്പോഴും ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് സ്റ്റെക്കില്ലാതെ തപ്പിത്തടവില്ലാതെ ഓതുക എന്നുള്ളതാണ്. എന്നാൽ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ദുൽഖഅദ് മാസം പഠിപ്പിക്കേണ്ട സൂറത്തുകളാണ്. അതിൽ നിന്നാണ് അധികം വരാനുള്ളത്. അത് ഒന്ന് സൂറത്തുൽ ജിന്നാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സൂറത്തുകളും ഏതുവരെ, അമ്മ സൂറത്ത് വരെയുള്ള എല്ലാ സൂറത്തുകളുമാണ് ഏത് ഈ ദുൽഖഅദ് മാസം പഠിപ്പിക്കേണ്ട പാഠങ്ങൾ. അവിടെ നിന്നാണ് ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതൽ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പറയാം. ഒരു ചോദ്യം ഇതാണ്, ഇത് കഴിഞ്ഞ വർഷം വന്നാണ്, ഇത് ഇനി വരൂല. ഇനി ഈ വർഷം വരാൻ സാധ്യത ഉള്ളത് 6-ാമത്തെ ആയത്തും 7-ാമത്തെ ആയത്തും നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ വഅന്നഹും ളന്നൂ കമാ ളനൻതും അല്ലൻ യബ്അസല്ലാഹു അഹദ. അപ്പൊ സൂറത്തുൽ ജിന്നിൽ കുറേ മണിക്കാനുണ്ടാവും. എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, മണിച്ചിട്ട് പഠിക്കണം. അതേപോലെ 9-ാമത്തെ ആയത്ത് ഒന്ന് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا. ഇവിടെ കണ്ടോ, ഈ കുഴിയിലാണ് എന്തുള്ളത്, അംസ ഉള്ളത്. കുഴിയിൽ അംസ വന്നാൽ ആ എന്ന വായിക്കുക. അംസ ഇവിടെ ആണെങ്കിലോ ആ എന്ന വായിക്കുള്ളൂ. ഇവിടെ കുഴിയിലായതുകൊണ്ട് ആ എന്ന വായിക്കുക. യസ്തമിഇൽ ആന, യസ്തമിഇൽ ആന. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സൂറത്തിലേക്ക് പോവാം. അടുത്ത സൂറത്തിൻ്റെയും തുടക്കത്തിലെ ഇനി നമ്മൾ ഇതിൻ്റെ അവസാനം ഒന്ന് നോക്കുക. അവസാനത്തിൽ നിന്ന് വന്ന അഥവാ വന്നാലോ, ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹത്താ ഇദാ റഔ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദ. ഇവിടെ കണ്ട നിങ്ങൾ നാസിറൻ, പിന്നെ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു അലിഫ് ഉണ്ടാവും. ഈ അലിഫ് ഇവിടെ ഓതൂല എന്നെങ്ങനെ മനസ്സിലായി? ഇവിടുത്തെ തൻവീന് രണ്ടും അടുത്തടുത്തല്ല, കുറച്ച് വിട്ടിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഓതാൻ പാടില്ല. പിന്നെ പച്ചക്കളറാണ്, അപ്പോഴും മനസ്സിലാക്കാം. അപ്പം നാസിറംവ എന്നേ ഓതുള്ളൂ, നാസിറൻ എന്ന് ഓതൂല, നാസിറംവ. ഒരു തൻവീനുള്ള ഒരു ഫത്തഹ് ഉള്ളത് പോലെ ഓതുള്ളൂ. ഹത്താ ഇദാ റഔ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്അഫു നാസിറൻ വഅഖല്ലു അദദ. قل إن أدري أقريب ما توعدون أم يجعل له ربي أمدا. ഇനി അടുത്ത സൂറത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കുറച്ച് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ. എത്ര ശബ്ദമുണ്ട് ശ്രദ്ധിക്കുക. സാക്ക് മുസമ്മിൽ നോതരുത്, പിന്നെ മുസമിൽ ഒന്നും ഓതരുത്, പിന്നെ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല
നിസ്ഫഹു നീട്ടണം. നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ദുൽഖഅദ് മാസം ഏതായാലും എന്ത് ചെയ്യാം, ദുൽഖഅദ് മാസത്തെ പാഠങ്ങൾ എന്തായാലും നിങ്ങൾ നന്നായി ഓതിപ്പടിക്കുക കേട്ടോ. അത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ദുൽഖഅദ് മാസ സൂറത്തുകളാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് സൂറത്ത് കഴിഞ്ഞു, ഇനി അടുത്ത മുദ്ദസിറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുദ്ദസ്സിർ. എങ്ങനെ ഓതണ്ട്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്സിർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷദ്ദുകളാണ്. ഷദ്ദുകൾ ഓതുന്ന സമയത്ത് ഷദ്ദായിട്ട് ഫകബീർ നോദരുത്, ഫകബ്ബിർ നോദണ്ട്. അതുപോലെ ഫത്തഹീർ നോദരുത്, ഫതുഹിർ ഹായിനാണ് ഷദ്ദ്, അതൊക്കെ മാറിപ്പോകുന്ന. അതുപോലെ റുജ്സ ഫാജുർ നോദരുത്, വറുജ്സ ഫഹ്ജുർ. ഓക്കെ, അത് ശ്രദ്ധിച്ചു. അടുത്ത സൂറത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സൂറത്ത് ഏതാണ്? സൂറത്ത് ലാ ഉഖ്സിമാണ്. പണ്ട് കാലത്ത് അഥവാ നമ്മളെ പുതിയ പുസ്തകം ആകുന്നതിന് മുമ്പ് ലാ ഉഖ്സിമായിരുന്നു അധികം പരീക്ഷയ്ക്ക് വന്നിരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഐനുണ്ട്, ഐന്, അതുപോലെ ഖാഫ് ഉണ്ട്. ഞാൻ നേരത്തെ ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഐനും ഖാഫും ഒക്കെ നല്ല വൃത്തിക്ക് ഉച്ചരിക്കണം. ഖാഫ് ഉച്ചരിക്കുമ്പോൾ ഖാ തന്നെ ഉച്ചരിക്കണം, കാന്ന് ഉച്ചരിക്കരുത്. അതുപോലെ ഖിയാമ, ഉഖ്സിമു. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നജ്മഅ നോദരുത്, നജ്മഅ. ഇളാമ ഐ. അതുപോലെ അല അൻ നുസവ്വിയ. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്ത സൂറത്തിൽ ജിന്ന് വന്നതുപോലെ ഇതിന്റെ ആദ്യത്തെ 2 ആയത്ത് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ഇതിൽ കുറെ മണിക്കലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു. കണ്ടോ? കിട്ടുന്നില്ല, ഓതാൻ കിട്ടുന്നില്ല പറഞ്ഞാൽ ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് ഫജഅൽനാഹു അങ്ങനെയല്ല നിർത്തണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നബ്തലീഹിന്റെ അവിടെ നിർത്തിയാൽ മതി, എന്നാ കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. നിങ്ങൾക്ക് ശ്വാസം കിട്ടാതായ നിർത്തിയാൽ നിങ്ങളൊരു മാർക്കും പോകൂല. നേരെ മറിച്ച് ശ്വാസം കിട്ടാതായി നിർത്താതെ നിങ്ങൾ ഇങ്ങനെ ഏച്ചൂട്ടി പോവുകയാണ്, അംഷാജി നബ്തലീഹി ഫജഅൽനാഹു ഹു ഹു, അവിടെ ഇങ്ങനെ മാർക്ക് ഹു ഹു പറഞ്ഞിങ്ങനെ പോകുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, ശ്വാസം കിട്ടാതായ പിന്നെ ഏച്ചൂട്ടരുത്, അവിടെ സ്റ്റോപ്പാക്കുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് എന്ത് സുക്കൂൻ കൊടുക്കുക. അപ്പോൾ നുത്തുഫത്തിന്റെ അവിടെ നിർത്തുകയാണെങ്കിൽ നുത്തുഫ എന്നേ നിർത്തുള്ളൂ, ഈ അവസാനത്തെ താ ഓതൂല. അംഷാജിന്റെ അവിടെ നിർത്തുകയാണെങ്കിൽ അംഷാജ് ജീമിന് സുക്കൂൻ കൊടുക്കും. നബ്തലീഹ് ആകുമ്പോൾ ഹാ ഓതൂല, നബ്തലീഹ്. അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്. ഇതും ഈ ആയത്തും കൂടി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ ആയത്തില് അവസാനത്തെ അക്ഷരം മദ്കൂർ നോദരുത്. ചില കുട്ടികൾ അങ്ങനെ ഓതും, മദ്കൂർ നല്ല ഓതേണ്ടത് മദ്കൂറ, പിന്നെ ബസീറ, കഫൂറ. മനസ്സിലായോ? അപ്പൊ അത് ശ്രദ്ധിച്ച് ഓതി പഠിക്കുക. ഇനി അടുത്ത സൂറത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സൂറത്ത് ഏതാണ്? വൽ മുർസലാത്തി ഉർഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ
വന്നാശിറാതി നശ്റാ ഫൽഫാരിഖാതി ഫർഖാ ഫൽമുൽഖിയാതി ദിക്റാ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഖാഫ് ഉണ്ട്, ഖാഫ്. അതുപോലെ ഐൻ ഉണ്ട്, ആസിഫാതി അസ്ഫ. അതുപോലെ എന്താണ് ഉർഫ, ഫർഖാ, ദിക്റാ. ശ്രദ്ധിച്ച് ഓതി പഠിക്കുക. അടുത്ത പാഠം അമ്മയാണ്, അത് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ അപ്പം ഇത്രയും ഭാഗമാണ് സാധ്യതയുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് പിന്നെ ഏത് പഠിക്കാം? നമ്മളെ തദ്രീബു തിലാവയിലെ പ്രധാനപ്പെട്ടത് പഠിക്കാം. ഹിഫ്ള് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ തദ്രീബു തിലാവ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, ഒന്നും പഠിക്കാനില്ല, വളരെ വളരെ സിമ്പിളാണ് തദ്രീബു തിലാവ. ആദ്യത്തെ പാഠത്തിൽ എന്താ പഠിക്കാനുള്ളത്? ആകെ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ. ചുണ്ടിന് എന്താ പറയുക? ഷഫത്ത്. അപ്പോൾ ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ 4 വാവ്, ബീമ്, ഫ, ബാ. ഇത് ഞാനൊരു ഷോർട്ടാക്കി പറഞ്ഞ വബ മഫ, അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. വബ മഫ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ, വബ മഫ. ഹുറൂഫു ഷഫത്തൈനി വബ മഫ. പഠിച്ചില്ലേ? പഠിച്ചു, ആ പാഠം കഴിഞ്ഞു. അത്ര സിമ്പിളാണ്. ഇനി ഇവിടെയൊക്കെ കണ്ടോ ഹുറൂഫു ഷഫത്തൈനി കണ്ടില്ലേ? ഇതൊക്കെയാണ് ഹുറൂഫു ഷഫത്തൈനി. അതായത് പിന്നെ വാവ്, മീമ്, ബാ, ഫ. അത് ഏതക്ഷരം വന്നാലും അതെവിടെ വന്നാലും എന്താണ് അത്? പിന്നെ എന്താണ്? ഹുറൂഫു ഷഫത്തൈനാണ്. എങ്ങനെ വരുമ്പോൾ? ഹർക്കത്തായിട്ട് വരുമ്പോൾ. നീട്ടാൻ വരുമ്പോൾ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. അതാ പിന്നെ നിങ്ങൾ ഹിഫ്ലിനുണ്ടല്ലോ, ഹിഫ്ലിന് 4 ബോക്സ് പഠിക്കാണ്ട്. ഹിഫ്ല് പരീക്ഷയ്ക്ക്, കാണാതെ ഓദിപ്പിക്കുന്ന പരീക്ഷയ്ക്ക് തദ്രീബു തിലാവിന് 4 ബോക്സ് പഠിക്കണം. ഒന്ന് ഇതാ റബ്ബി സിദ്ദിനി ഇൽമ, അത് പരീക്ഷയ്ക്ക് വരും. അതേപോലെ അടുത്ത പാഠത്തിലുണ്ടാവും ഒരു പെട്ടി, ഞാൻ പറയാം. ഇനി അടുത്ത് നമുക്ക് പറയാം ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടാനുള്ള അക്ഷരങ്ങൾ. അതിനെന്താ പറയുക? ഹുറൂഫുൽ മദ്ദിയ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഹുറൂഫുൽ മദ്ദിയ എഴുതാൻ പറയും. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയരുത്, ഹുറൂഫുൽ ജൗഫ് തന്നെയാണ് ഹുറൂഫുൽ മദ്ദിയ. അതേതാണ്? അലിഫു, ആവി. ആകെ 3 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഷോർട്ടാണ് ആവി എന്ന് പഠിച്ചാൽ മതി. ആവിന്ന് എങ്ങനെ ഇതാ? അലിഫു, വാവ്, യാ. അതാണ് ആവി. ഇനി ഹുറൂഫുൽ ജൗഫ് അല്ലെങ്കിൽ ഹുറൂഫു മദ്ദിയ എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള അക്ഷരങ്ങളാണ്. അലിഫ് നീട്ടാൻ, വാവ് നീട്ടാൻ, യാ നീട്ടാൻ വരുമ്പോഴേ എന്ത് പറയുള്ളൂ? ഹുറൂഫുൽ ജൗഫ് അല്ലെങ്കിൽ ഹുറൂഫുൽ മദ്ദിയ എന്ന് പറയുള്ളൂ. ഞാൻ കാണിച്ചു തരാം, നോക്കുക. ഇവിടെ അലിഫു, വാവ്, യാ പഠിച്ചു. ഇതാ കണ്ടോ? ഊഹിയ. ഇവിടെ വാവ് കണ്ടോ? ഇവിടെ ഊനെ നീട്ടിയല്ലേ ഊഹിയ. നേരെ മറിച്ച് ഇവിടെ യാ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ പഠിച്ചില്ല യാ ഇല്ലേ? ഇതിൽ യാ ഉണ്ടല്ലോ. അപ്പൊ ഈ യാ ഹുറൂഫുൽ മദ്ദിയാണോ? അല്ല. എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇവിടെ നീട്ടാനുള്ളതല്ല, ഹീന നീട്ടാനുള്ളതാണ് ഇവിടെ. അല്ല, ഇവിടെ ഊന നീട്ടാനാണ് വാവ് കൊടുത്തത്. അപ്പൊ നീട്ടാനുള്ള വാവാണ് എന്ത് ചെയ്യുക? നമ്മൾ മദ്ദിയായിട്ട് കൂട്ടുക. അതുപോലെ നീട്ടാനുള്ള യാഗ് യഹ്ദി കണ്ടോ? ഇവിടെ യാഗുണ്ട്, ഈ യാഗ് കൂട്ടുന്നുണ്ടോ? ഇല്ല. ഈ യാഗ് മദ്ദിയാണോ? അല്ല. എന്താ കാരണം? ഇത് നീട്ടാനുള്ളതല്ല. നീട്ടാനായിട്ട് വന്ന അക്ഷരങ്ങളെ കൂട്ടുള്ളൂ. ഇവിടെ ഫത്ത ഉണ്ടല്ലോ, യാ നിന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ യാന്ന് വായിക്കുന്നുണ്ടോ? ഇല്ല. യഹ്ദി നീട്ടാനാണ്. ഇൻസാനുൻ യുമിനൂന കണ്ടോ? അപ്പൊ അത് മനസ്സിലായി നിങ്ങൾക്ക്, തെറ്റിക്കൂല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹുറൂഫുൽ ജൗഫ് അല്ലെങ്കിൽ ഹുറൂഫുൽ മദ്ദിയ പഠിക്കാനുള്ള ഷോർട്ടാണ് ആവി. അലിഫു, ആവ്, യാ. വബമഫയാണ് മറ്റേ ചുണ്ടിന്റെ അക്ഷരങ്ങൾ. ചുണ്ടിന്ന് വരുന്ന അക്ഷരങ്ങൾ, അതാണ് വബമഫ പറഞ്ഞാൽ. ചുണ്ടിന്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതാണ്. അടുത്ത് ഈ ബോക്സ് പരീക്ഷയ്ക്ക് വരും. ഏതിന്? ഹിഫ്ള് പരീക്ഷയ്ക്ക്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. അടുത്ത പാഠം പഠിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്ത പാഠം എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ലിസാന എന്ന് പറഞ്ഞാൽ നാവിന്റെ അക്ഷരങ്ങളാണ്. നാവിന്റെ അക്ഷരങ്ങൾ എത്രണ്ണാണ് പഠിക്കണം? ആദ്യം 18 എണ്ണമാണ് നാവിന്റെ അക്ഷരങ്ങൾ ഉള്ളത്. അത് പഠിക്കാൻ ഇതിൽ ഓർഡർ ആക്കിയിട്ടല്ല കൊടുത്ത്, പല രൂപത്തിലാണ് കൊടുത്ത്. ഇത് പിന്നെ ഇപ്പുറത്തെ പാഠത്തിലുണ്ട് ഹുറൂഫുൽ ലിസാൻ ചാപ്റ്റർ 2, ഇതിലുണ്ട് എന്ത് ബാക്കിയുള്ള അക്ഷരങ്ങൾ. ഈ 2 പാഠം കൂടി കൂട്ടി എത്ര അക്ഷരം ഉണ്ടാവും? 18 അക്ഷരങ്ങൾ. ഇത് 18 അക്ഷരം പഠിക്കാനുള്ള ഷോർട്ട് ഞാൻ പറഞ്ഞത് ഇതാ: സീന് ഷീന്, സ്വാദ് ലോദ്, ത്വാ ലോ, ദാല് ദാല്, റാ സാ, ഖാഫ് കാഫ്. ഇപ്പം എത്രണ്ണായി? 2, 4, 6, 8, 10, 12 കണ്ടോ? പിന്നെ 3, 3, 6. അപ്പോൾ എത്രണ്ണായി? 18 എണ്ണായി. അപ്പോൾ 18 പഠിക്കാൻ ജോഡി ആക്കിയിട്ട് പഠിക്കുക. സീന് ഷീന് രണ്ടും ഒരേപോലെ എഴുതുന്നതല്ലേ? സ്വാദ് ലോദ് ഒരേപോലെ എഴുതുന്ന, ത്വാ ലോ, ദാല് ദാല്, റാ ഒരേപോലെ എഴുതുന്ന, ഖാഫ് കാഫ്. അപ്പൊ ഈ ഒരു ജോഡി ആദ്യം പഠിക്കുക. സീന് ഷീന്, സ്വാദ് ലോദ്, ത്വാ ലോ, ദാല് ദാല്, റാ സാ, ഖാഫ് കാഫ്. പിന്നെ ഇവിടെ 3 എണ്ണം: ത, സ, നൂൻ, ജീം, ലാം, യാ. ഏതൊക്കെ? ജീം, ലാം, യാ. അതൊരു 3 സെറ്റ്. പിന്നെ ത, സ, നൂന് കണ്ടോ? ഒരേപോലത്തേത്. അപ്പോൾ ഇതാണ് ലിസാന്റെ അക്ഷരങ്ങൾ, നാവിന്റെ അക്ഷരങ്ങൾ. അപ്പോൾ എന്തായി? തദ്രീബു തിലാവ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഉദാഹരണങ്ങൾ തരും. ആ ഉദാഹരണത്തിൽ നിങ്ങളോട് എന്ത് പറയും? ഇതിൽ നിന്ന് ലിസാന്റെ അക്ഷരങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഹുറൂഫുൽ ജൗഫ് എഴുതുക, അല്ലെങ്കിൽ ഹുറൂഫുൽ പിന്നെ ഷഫത്തൈനി എഴുതുക. അങ്ങനെ ഇത് വേണ്ടില്ലേ? ഇങ്ങനെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ.
അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഹിഫ്ല് പരീക്ഷയ്ക്ക് നോക്കാം. ഹിഫ്ല് പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തദ്രീബ് തിലാവയിൽ ഈ പാഠത്തിൽ ഇതാ ഈ പെട്ടി പഠിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. അത് ഹിഫ്ല് പരീക്ഷയ്ക്ക് വരും. അതേപോലെ ഹിഫ്ല് പരീക്ഷയ്ക്ക് ഒന്നും കൂടി വരും, ഒരു പെട്ടിയും കൂടി ഉണ്ടാവും. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇത് 4ഉം നന്നായി പഠിക്കുക, ഹിഫ്ല് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ഹിഫ്ല് പരീക്ഷൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. സൂറത്തു തക്കാസുർ, അതിൽ നിന്ന് 7-8 ആയത്തുകൾ ഓതുക. അപ്പോൾ അൽഹാഖ് മുത്തക്കാസുർ തുടക്കം മുതലല്ല ഓതേണ്ടത്, 7-ാമത്തെ 8-ാമത്തെ ആയത്താണ്. അതുപോലെ അൽ ഖാരിഅ, അതിൽ നിന്ന് 6-7 ആയത്തുകൾ. അതുപോലെ റബ്ബന ആത്തിന മുതൽ അദാബൻ നാർ വരെ. കണ്ടോ, അത് തദ്രീബു തിലാവയിലെ ബോക്സാണ്. ഹിഫ്ല് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന സൂറത്തുകൾ ഒന്ന് വൈലുല്ലി കുല്ലി ഹുമസത്തി ലുമസ എന്നുള്ള സൂറത്ത്, അത് പഠിക്കേണ്ട സൂറത്താണ്. അതുപോലെ വൽ അസുർ സൂറത്ത് കാണാതെ പഠിക്കേണ്ടതാണ്. അതുപോലെ അൽഹാഖ് മുത്തക്കാസുർ കാണാതെ പഠിക്കേണ്ടതാണ്. അൽ ഖാരിയ, ഇത്രയും സൂറത്തുകളാണ് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക്, പാദവാർഷിക പരീക്ഷയ്ക്ക് ഹിഫ്ലിന് വരാനുള്ള സാധ്യതയുള്ള സൂറത്തുകൾ. അതിലിപ്പോൾ ചോദ്യപേപ്പർ നിങ്ങൾ കണ്ടല്ലോ, അൽ ഖാരിയയും അൽഹാഖ് മുത്തക്കാസുറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും നമ്മളെ ഖുർആൻ പരീക്ഷയ്ക്കും തദ്രീബ് തിലാവക്കും ഫുൾ